കർത്താവിൻ്റെ ധന്യവേദി നാമം ഈ അനുഗ്രഹീതമായ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഓവർസിയർ ബഹുമാനപ്പെട്ട വൈദ്യുതി പാസ്റ്റർ, അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് ഓവർസിയർ ഡോക്ടർ ഷിബു കെ മാത്യു, കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ സാംകുട്ടി മാത്യു, മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, കൗൺസിൽ മെമ്പേഴ്സ്, വിശേഷിച്ച് സെൻട്രൽ പാസ്റ്റേഴ്സ്, അതുപോലെ എൻ്റെ സഹ ശുശ്രൂഷകന്മാരായിട്ടുള്ള കർത്തൃദാസന്മാർ, ബിലീവേഴ്സ് ബോർഡ്, അതുപോലെ ഇന്ന് ഈ വേദിയിൽ വിശിഷ്ട അതിഥികളായി വന്നുയർന്നിട്ടുള്ള കർണാടക സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ ഇ ജെ ജോൺസൺ, പാസ്റ്റർ എം വർഗീസ്, അതുപോലെ എൻ്റെ സെൻട്രലിൻ്റെ പാസ്റ്ററായ പാസ്റ്റർ വി പി തോമസ്, അങ്ങനെ എല്ലാ ബഹുമാന്യരായ ദൈവദാസന്മാരെയും ദൈവവചനം കേൾക്കേണ്ടതിന് വളരെ താല്പര്യപൂർവ്വം വന്നുയർന്നിട്ടുള്ള എല്ലാ ദൈവമക്കളെയും ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന സകലരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പരിമിതമായ സമയത്തിനകത്ത് കർത്താവ് ഏൽപ്പിച്ച നിയോഗത്തിൻ്റെ ദൈവശബ്ദങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. റോമലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ട് അനുഗ്രഹീതമായ പ്രഭാഷണങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുവരികയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകളാണ് വേഗം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞ് ആരംഭിച്ച്, തോൽവിയില്ല എന്ന് പറഞ്ഞ് പുരോഗമിച്ച്, വേർപിരികയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രക്ഷണ്യവേലയിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക് എന്ന തലക്കെട്ടിടാവുന്ന അനുഗ്രഹീതമായ അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം മുതൽ 35-ാമത്തെ വാക്യം വരെ നമ്മൾ പരിശോധിച്ചാൽ 7 ചോദ്യങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സൽവൃതം നൽകാതിരിക്കുമോ? ഇങ്ങനെ തുടങ്ങി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇങ്ങനെ 7 ചോദ്യങ്ങളിൽ 5ഉം 6ഉം ചോദ്യങ്ങളുടെ ഉത്തരമാണ് 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ഇതര ഭാഷാന്തരങ്ങളിൽ പറയുന്ന വാക്കുകളൊന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പൂർണ്ണ ജയാളികൾ എന്നുള്ള ആ വാക്ക്, വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്, ആ വാക്ക് ഞാൻ അതിന്റെ മൂലഭാഷയിൽ ശ്രദ്ധിച്ചപ്പോൾ ഹൂപ്പർ നിക്കാവോ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഹൂപ്പർ നിക്കാവോ. ഈ ഹൂപ്പർ നിക്കാവോ എന്ന് പറയുന്ന പദം 2 ഗ്രീക്ക് പദങ്ങളുടെ സംയോജനമാണ്. ഒന്നാമത്തെ പദം ഹൂപ്പർ. ഹൂപ്പർ എന്ന് പറയുമ്പോൾ ബിയോണ്ട്, മോർ ദാൻ എന്നൊക്കെയാണ് പറയുന്നത്. നിക്കാവോ എന്ന് പറയുമ്പോൾ കോൺകറർ, ഓവർകം എന്നൊക്കെയാണ് അതിനർത്ഥമുള്ളത്. ഇത് രണ്ടും കൂടെ സംയോജിച്ചുള്ള ഒരു പദമാണ് ഈ ഹൂപ്പർ നിക്കാവോ എന്ന് പറയുന്നത്, അഥവാ മോർ ദാൻ കോൺകറർ എന്ന് പറയുന്ന ഈ വാക്ക്. വാസ്തവത്തിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ 5 അർത്ഥങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാം. ഒന്നാമത്തെ അർത്ഥം ഏറ്റവും മഹത്തായ വിജയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അർത്ഥം പരമോന്നതമായ വിജയം എന്ന് പറയുന്നത്. മൂന്നാമത്തെ അർത്ഥം സമൃദ്ധമായ വിജയം എന്ന് പറയുന്നത്. നാലാമത്തെ അർത്ഥം എതിരാളികളെ പൂർണ്ണമായി പരാജയപ്പെടുത്തുന്ന വിജയം എന്ന് പറയുന്നത്. 5-ാമത്തെ അർത്ഥം എന്ന് പറയുന്നത് സാധാരണ വിജയത്തെക്കാൾ കൂടിയ വിജയം എന്നാണ്. ഇതിനെക്കുറിച്ച് വിൻസെന്റിന്റെ വേർഡ് സ്റ്റഡിക്കകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു വിജയം എന്നതിനേക്കാൾ ഉപരിയായ വിജയം എന്ന. മേയർ അദ്ദേഹത്തിന്റെ കമന്ററിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ക്രിസ്തുവിന്റെ ശക്തിയാലുള്ള വിജയത്തിന്റെ വിശുദ്ധ ഭാവം എന്ന. WBJ മാർട്ടിൻ അദ്ദേഹത്തിന്റെ കമന്ററിയിൽ പറഞ്ഞിട്ടുള്ളത് വെറുപ്പിൽ ഒരു മനുഷ്യനിൽ ഉഗ്രമായ ഊർജത്തെ നിറയ്ക്കുവാൻ കഴിയും, എന്നാൽ സ്നേഹത്തിന് മാത്രമേ അവനെ ജയിക്കുന്നവനേക്കാൾ കൂടുതൽ ആക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. വാസ്തവത്തിൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? 2 കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. ഒന്ന്, ഇത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഷയാണ്. 2, ക്രിസ്തുവിലുള്ള ഉറപ്പിന്റെ ഭാഷയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളത് പറഞ്ഞാൽ നമ്മൾ ഒരു വമ്പൻ പരാജയമായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പരാജയത്തിന്റെ ലിസ്റ്റ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നാം എന്ന് വായിക്കുന്നു. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിന്റെ കാലഗതിയെ നമ്മൾ അനുസരിച്ചിരുന്നു എന്ന് വായിക്കുന്നു. അതേ വാക്യത്തിൽ ആകാശത്തിന്റെ അധികാരത്തിന്റെ കീഴിലായിരുന്നു നമ്മളെന്ന് വായിക്കുന്നു. അതേ വാക്യത്തിൽ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കുന്നവരായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ ദൈവമില്ലാത്തവർ, പ്രത്യാശയില്ലാത്തവർ, ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ കന്യർ, പരദേശികൾ എന്നുവേണ്ട പരാജയത്തിന്റെ കഥനകഥയാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്ന് നമ്മുടെ കർത്താവ് നമ്മെ നീതീകരിക്കുകയായിരുന്നു. നീതീകരണത്തെ സംബന്ധിച്ച് ചില കർത്തൃദാസന്മാർ ചില വാക്കുകൾ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ അതിന്റെ യവനായ പദങ്ങളൊന്നും ഉദ്ധരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മെ നീതീകരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ നീതീകരിച്ചു. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, അതൊരു സുപ്രീം കോർട്ട് ഭാഷയാണ്. ഞാൻ പറഞ്ഞത്
പറയുന്നത് നീതീകരിച്ചു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്റെ പ്രിയരെ കുറ്റവാളിയായിരുന്ന ഒരാളെ കുറ്റമുക്തനായി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ ഈ പേപ്പർ നോക്കിയാൽ ഇതിന്റെ ഒരു വശത്ത് ഇതിന്റെ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, എന്നാൽ മറുവശത്തേക്ക് നോക്കിയാൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ഇതായിരുന്നു നമ്മുടെ സ്ഥിതി. ഒരു വശത്ത് നോക്കിയാൽ നമ്മൾ മഹാപാപികളായിരുന്നു, എന്നാൽ നമ്മെ നീതീകരിച്ചതോടുകൂടി പാപമേ ചെയ്യാത്ത ഒരു വ്യക്തിയെ പോലെ അവിടെ നാക്കി. ആ ബോധ്യമുള്ളവരെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നീതീകരണം ഒരു ബൈബിൾ സ്റ്റഡി വിഷയം മാത്രമല്ല, നീതീകരണം കേവലം ഒരു പ്രസംഗ വിഷയമല്ല. നീതീകരണം നമ്മുടെ അനുഭവമാണ്. മഹാഭാവികളായിരുന്നു, കൊള്ളരുതാത്തവരായിരുന്നു. ഞാനൊരു യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 41 കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ്. ആ മനുഷ്യന് പൂജപ്പുര സെൻട്രൽ ജയിലും, വിയൂർ സെൻട്രൽ ജയിലും, കണ്ണൂർ സെൻട്രൽ ജയിലും തടവ് ശിക്ഷ അനുഭവിച്ച മനുഷ്യൻ. അങ്ങനെയുള്ള ക്രിമിനലുകൾ ഉൾപ്പെടെ ആരും യേശുക്രിസ്തുവിലേക്ക് വന്നാൽ, പാപിയായ മനുഷ്യൻ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഒരു പാപവും ചെയ്യാത്തവരെ പോലെ. റോമലേഖനം 3-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ നിരുപാധികം ശിക്ഷിക്കാതെ വിടുകയാണ്. പഴയ നിയമത്തിൽ അതിനെക്കുറിച്ച് ചില ഭാഗങ്ങളുണ്ട്. യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു, എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായിച്ചു കളയുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. ഒരുത്തനും വായിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ അതിക്രമങ്ങളെ അവിടുന്ന് മായിച്ചു കളഞ്ഞു. വേറൊരു വാക്യത്തിൽ പറയുന്നു, ഞാൻ കാർമുഖിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായിച്ചു കളയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വായിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ പാപം മായിച്ചു കളയപ്പെട്ടവരാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ. അത് വിശ്വസിക്കുന്നവർ, നീതീകരണത്തിന്റെ ആ ബോധ്യമുള്ളവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേക്കാൻ ശക്തിയോടെ ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്. റോമലേഖനം 6:22 പറയുന്നു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നമ്മൾ ഇപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരാണ്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, ദൈവത്തിന്റെ ദാസന്മാരായി. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദാസന്മാരായി നമ്മൾ മാറിയതോടുകൂടെ വിജയിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായി മാറി. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. വിജയിച്ച് പറ്റൂ. വല്ല വിധേനയും വിജയിക്കുക എന്നുള്ളതല്ല പറയുന്നത്, വിജയിച്ച് പറ്റൂ. വിജയിക്കാതെ ഒന്നും നടക്കത്തില്ല എന്ന് ഇന്ന് രാത്രി ഞാൻ തെളിയിക്കാം. നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ 3 വിധത്തിലുള്ള വിജയത്തെക്കുറിച്ചാണ് നമ്മൾ പൊതുവിൽ കാണുന്നത്. 1 യോഹന്നാൻ 2:13 ദുഷ്ടനെ ജയിക്കുന്നതിനെ പറ്റി പറയുന്നു. 1 യോഹന്നാൻ 5:4 ലോകത്തെ ജയിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. റോമലേഖനം 12:21 തിന്മയെ ജയിക്കുക എന്ന് പറയുന്നു. വാസ്തവത്തിൽ ദുഷ്ടനെ ജയിച്ചാൽ, ലോകത്തെ ജയിച്ചാൽ, തിന്മയെ ജയിച്ചാൽ നമ്മൾ ജയാളികളായി മാറുകയാണ്. ഒരു കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. തീർന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ജയം പറയുന്നത് മുഴുവൻ നിത്യതയോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ജയിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. വിടുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ജയിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ജയിച്ചേ പറ്റൂ, ജയിച്ചേ പറ്റൂ. ഞാൻ തെളിയിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. എനിക്ക് മുൻപ് ആ വാക്യം ഇവിടെ ഉദ്ധരിച്ചു. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുത്തു. ജയിച്ചേ പറ്റൂ. ജയിച്ചാലേ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കിട്ടൂ. ഒറ്റ അർത്ഥമേ അതിനുള്ളൂ. പറുദീസയിൽ എത്തണമെങ്കിൽ ജയിക്കണം. രാമൻ പറഞ്ഞാട്ടെ. വെളിപ്പാട് പുസ്തകം 2:11 വരുമ്പോൾ ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരത്തില്ല. 2-ാം മരണം എന്താണ്? ഈ തീപ്പൊയ്ക 2-ാം മരണം. എന്താണ് തീപ്പൊയ്ക? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരത്തില്ല. പിടികിട്ടുന്നുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ. അപ്പോ 2-ാം മരണമായ തീപ്പൊയ്കക്കകത്ത് എത്തപ്പെടാതിരിക്കണമെങ്കിൽ ജയിച്ചേ പറ്റൂ. വേറെ ഒരു ഓപ്ഷനും ഇല്ല. ആമേൻ, ആമേൻ. ഈ തീപ്പൊയ്കയെ പറ്റി മത്തായി 25:41 പറയുന്നുണ്ട്, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി. മനുഷ്യനുള്ളതല്ല നിത്യാഗ്നി, പിശാചിനുള്ളതാ, അവന്റെ ദൂതന്മാർക്കുള്ളതാ, സകല നാരകീയ സേനകൾക്കുള്ളതാ. പക്ഷേ ജയിക്കുവാൻ ബാധ്യസ്ഥതയുള്ളവൻ ജയിക്കാതെ വരുമ്പോൾ പിശാചിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന നിത്യാഗ്നിക്കകത്തേക്ക് അവൻ പോകുക. അവിടെ സഭയോട് പറയുക, ജയിച്ചേ പറ്റൂ. വെളിപ്പാട് 2:17 വരുമ്പോൾ ജയിക്കുന്നവന് ഞാൻ പറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. വെളിപ്പാട് 2:26 വരുമ്പോൾ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിച്ചേ പറ്റൂ. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം വെളിപ്പാട് 3:5. അവിടെ നമ്മൾ വായിക്കുന്നത്, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അടുത്ത വാക്ക് അവന്റെ പേര്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അടുത്ത വാക്ക് അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായിച്ചു കളയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവപുസ്തകത്തിന്റെ ഉടമസ്ഥത അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ജീവപുസ്തകത്തിന്റെ ഉടമസ്ഥത നമ്മളിൽ ആരുടെയും കയ്യിലല്ല ഇരിക്കുന്നത്. ജീവപുസ്തകത്തിന്റെ ഉടമസ്ഥത അത് ദൈവത്തിന്റെ പക്കലായതുകൊണ്ട് ജയിക്കുന്നവന്റെ പേര് ഞാൻ വായിക്കത്തില്ലെന്ന്. അപ്പൊ ജീവപുസ്തകത്തിൽ പേര് കാണാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ ജയിച്ചേ പറ്റത്തുള്ളൂ. റേഷൻ കാർഡിൽ പേരെഴുതുന്നത് പോലെയല്ല ജീവപുസ്തകത്തിലെ പേര്.
പഞ്ചായത്തിന്റെ ജനന രജിസ്റ്ററിൽ പേരെഴുതുന്നത് പോലെയല്ല ദീപപുസ്തകത്തിലെ പേര്. പഞ്ചായത്തിന്റെ ജനന രജിസ്റ്ററിൽ പേരെഴുതിയാൽ മരണം കൂടാതെ ആ പേരിന് മാറ്റം വരത്തില്ല. പക്ഷേ ജീവപുസ്തകത്തിൽ, ഞാനത് വെളിപ്പാട് 3:5 ആ ഒരു ബോധ്യത്തിൽ നിന്ന് പറയുന്നത്, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടാൽ ആ പേരിനെ ഈ വാക്യം അനുസരിച്ച് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആമേൻ. പേരവിടെ ഉണ്ടെങ്കിലേ രണ്ടാം മരണത്തിൽ പോകാതിരിക്കത്തുള്ളൂ. പിന്നീട് വെളിപ്പാട് 3:12, വെളിപ്പാട് 3:21 ജയിച്ചേ പറ്റൂ. ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്ന വാക്യം വെളിപ്പാട് 21:7. അവിടെ വായിക്കുന്നത് ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. എന്നതാ നിത്യത. 8ാമത്തെ വാക്യം. എനിക്ക് ഇതെല്ലാം ഒന്ന് അടുക്കും ചിട്ടയോടെയും പറഞ്ഞു പോകാനുള്ള നേരമില്ല. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശൂദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പയ്യയിൽ അത്രേ ഇത് രണ്ടാം മരണം. ജയിക്കുന്നത് നമ്മുടെ ബാധ്യതയാണ്. പറ്റുമെങ്കിൽ അടുത്തിരിക്കുന്നയാളെ തൊട്ടിട്ടൊന്ന് പറഞ്ഞാൽ ജയിച്ചേ പറ്റൂ. ഒന്ന് പറഞ്ഞു. അതൊരു വലിയ മെസ്സേജാ. ജയിച്ചേ പറ്റൂ. ജയിച്ചേ പറ്റൂ. ഈ വാസ്തവത്തിൽ ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളിലെല്ലാം ആ ജയമെന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം നിക്കാവോയാണ്. എന്നാൽ റോമാലേഖനത്തിൽ നിക്കാവോ അല്ല ഞാൻ മുമ്പേ പറഞ്ഞത്, ഹൂപ്പൻ നിക്കാവോയാണ്. പൂർണ്ണ ജയമാണ്. വിജയത്തെക്കാൾ കൂടിയ ഒരു ജയമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒന്നിനും തട്ടിത്തെറിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ വിജയത്തിൽ അങ്ങ് തുടരുകയാണ്. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 35, 38, 39 വാക്യവും വായിക്കുമ്പോൾ 17 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇത് ഇവിടെ പല പ്രാവശ്യം പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഭാഗമല്ല ആവർത്തിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം. ആ പറയുന്ന 17 കൂട്ടം കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കഷ്ടത ഇത് നമ്മുടെ നിയമനമാണ്. വാക്യങ്ങൾ മാത്രം പറയും. 1 തെസ്സലോനിക്കർ 3:3 കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കഷ്ടതയ്ക്ക് നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. സങ്കടം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. അതിന്റെ കാരണം 2 വാക്യമാണ്. പുറപ്പാട് പുസ്തകം 3:7 പറയുന്നു, ഞാൻ നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്നു. സങ്കടമുണ്ടോ? അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി സങ്കടപ്പെട്ട് വന്നിരിക്കുന്ന ആരെയുണ്ടോ? അറിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ 7:10 ദൈവം അവനോടുകൂടെ ഇരുന്നു, സകല സങ്കടങ്ങളിൽ നിന്ന് വിടുവിച്ചു. അതുകൊണ്ട് സങ്കടത്തിന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റാൻ കഴിയത്തില്ല. ഉപദ്രവം അതിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അത് നമ്മുടെ പ്രശംസയ്ക്ക് കാരണമാണ്. 2 തെസ്സലോനിക്കർ 1:7 അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞാൻ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. ഉപദ്രവം പ്രശംസയാണ്. ഞാൻ പറഞ്ഞല്ലോ 35 മിനിറ്റ് ഉള്ളത്. സ്കെൽട്ടൻ അടിച്ചു പോകാനേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്ന് ആരാധിക്കാനോ ഒന്ന് കൈയടിക്കാനോ അതിനൊന്നും ഉള്ള അവസരമില്ല. അതുകൊണ്ട് ഞാൻ ഈ വാക്യങ്ങൾ പറഞ്ഞു പോവാം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളിലല്ലേ ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലായിരുന്നു. എൻ്റെ അടുക്കൽ ഇരുന്ന ഒരു ദേവദാസൻ പ്രസംഗം ഇങ്ങനെ എഴുതുക. അപ്പം ഞങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു 4 പ്രസംഗമെങ്കിലും തയ്യാറാക്കും മിക്കവാറും. സ്തോത്രം. എൻ്റെ ചർച്ചയിലുള്ളവർക്ക് അറിയാം. ഞാൻ ഈ തീം പറഞ്ഞാൽ എൻ്റെ ചർച്ചയിൽ അത് പ്രസംഗിച്ചിരിക്കും. അതുകൊണ്ട് അവർക്കറിയാം ഞാൻ എന്തൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന്. ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് ഉറപ്പുള്ള ഒരു പ്രസംഗം എൻ്റെ അടുത്തിരിക്കുന്ന ദേവദാസന് കൊടുക്കണം. ഞാൻ പറഞ്ഞത് പ്രസംഗം സ്കെൽട്ടൻ അടിച്ചു പോകാനുള്ള നേരെ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയരെ ഓരോന്നും നമ്മെ സംബന്ധിച്ച് അനുഗ്രഹം. രാമൻ പറഞ്ഞു, പട്ടിണി അത് നമ്മളെ സ്നേഹത്തിൽ നിന്ന് അകറ്റത്തില്ലെന്ന്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ പാടിയ ഒരു പാട്ടുണ്ട്. വളരെ ഹൃദയസ്പർശിയായ ഒരു പാട്ട്, വളരെ മനോഹരമായ ഒരു പാട്ടാണ്. 600,000 ആയൊരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. ഒന്നുകൂടെ പാടിക്കേ. 600,000 ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. പട്ടിണിയുണ്ടോ? അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കത്തില്ല. കാരണം മരുഭൂമിയിൽ മന്ന തരുന്നവനാണ് നമ്മുടെ ദൈവം. ഞാൻ ആ കണക്ക് പറയാം. നമ്മൾ ഈ പറഞ്ഞതനുസരിച്ച് 600,000 6 ലക്ഷം പുരുഷന്മാർ ആ കണക്ക് വെച്ചാലും ദിവസം 6 ലക്ഷം ഇടങ്ങഴി മന്ന. ഇങ്ങനെ 14,400 ദിവസം 6 ലക്ഷം ഇടങ്ങഴി മന്ന കൊടുക്കാൻ നമ്മുടെ ദൈവത്തിന്റെ ഭണ്ഡാരം വലുതാണ്. പട്ടിണി നമ്മളെ പേടിപ്പിക്കത്തില്ല. എന്നോടൊപ്പം ഉണ്ടെങ്കിലോ രാമൻ പറഞ്ഞാട്ടെ. നഗ്നത അത് നമ്മളെ പേടിപ്പിക്കത്തില്ലെന്ന്. നഗ്നത വന്നാൽ രക്ഷാവസ്ത്രം അവിടുന്ന് നമ്മളെ ധരിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. വാള് നമ്മളെ പേടിപ്പിക്കത്തില്ല. പൗലോസ് അവിടെ തന്നെ പറയുന്നുണ്ട്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു.
അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. അതുകൊണ്ട് വാള് നമ്മളെ പേടിപ്പിക്കത്തില്ല. ഈ പറഞ്ഞതെല്ലാം മാനുഷികമാണ് കേട്ടോ. ഇനി അമാനുഷികമായ ചിലതുണ്ട്. അതിലൊന്ന് മരണം. മരണം മരണം നമ്മുടെ ആരുടെയും കൺട്രോളിലല്ല. ആണോ? ഇവിടെ ഇരിക്കുന്ന ആരുടെയും കൺട്രോളിലാണോ മരണം? തിരുവല്ലയിലുള്ള ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടുത്തെ ഏറ്റവും മികച്ച ഡോക്ടറുടെ കൺട്രോളിലല്ല മരണം. മരണം നമ്മുടെ കൺട്രോളിലല്ല. മരണം നമ്മളെ പേടിപ്പിക്കത്തില്ല. അതിന്റെ കാരണം അത് നിത്യതയിലേക്കുള്ള കവാടമാണ്. അതുകൊണ്ട് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാഴ്ചയുണ്ട്. അത് അത്യുത്തമമാണ്. അതുകൊണ്ട് മരണം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതല്ല. ജീവൻ അത് വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കാം. ജീവൻ ഉണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കാം. ജീവൻ ഉണ്ടെങ്കിൽ അത് ദൈവസഭയ്ക്ക് വേണ്ടിയാ. ഒറ്റ ആയുസേ ഉള്ളൂ, അത് കർത്താവിന് വേണ്ടിയാണ്. അങ്ങനെ പറയാൻ എത്ര പേരുണ്ട്? എനിക്കൊരു ഒറ്റ ആയുസേ ഉള്ളൂ, എനിക്കൊരു ഒറ്റ ആയുസേ ഉള്ളൂ. പറയാൻ പറ്റുന്നവർ ആ കരം ഉയർത്തി പിടിച്ചെന്ന് പറഞ്ഞു. എനിക്ക് ഒറ്റ ആയുസേ ഉള്ളൂ, അത് കർത്താവിന് വേണ്ടിയാണ്. ദൂതന്മാർ, ഫാളൻ ഏഞ്ചൽസ്, വീണുപോയ ദൂതന്മാർക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ വാഴ്ചകൾ, അധികാരങ്ങൾ അതുകൂടെ പറഞ്ഞതുകൊണ്ട് സ്തോത്രം ഞാൻ കണക്ട് ചെയ്ത് പറയുക. വാഴ്ചകൾ, അധികാരങ്ങൾ, വീണുപോയ ദൂതന്മാർ നമുക്കെതിരെ നിന്നാലും ഒന്നും സംഭവിക്കത്തില്ല. കാരണം അവയെ ആയുധവർഗം വെപ്പിച്ച ഒരുവൻ ഇന്ന് രാത്രി ആയുധവർഗം വെച്ചതല്ല, വെപ്പിച്ചതാണ്. ഞാൻ വീണ്ടും പറയാം, ആയുധവർഗം വെച്ചതല്ല. ശതമാനത്തിൽ പറ, ആയുധവർഗം വെച്ചതല്ല. ഇന്ന് രാത്രി ചിലരെ നോക്കി പ്രവചനാത്മാവിൽ നിയോഗത്തോടെ ഞാൻ പറയാം, നിനക്കെതിരെ നിൽക്കുന്ന സാത്താന്യ മണ്ഡലങ്ങൾ ആയുധവർഗം ഇല്ലാതെയാണ് നിൽക്കുന്നത്. അവയെ ആയുധവർഗം വെപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവ കൂടോടെ ഇളകി നിന്നാലും അത് നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റത്തില്ല. ആ വെളിപ്പാടുള്ളവർ കരങ്ങൾ അടിച്ച് ഈ രാത്രി കർത്താവിനെ ആരാധിച്ചാണ്. ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, അയ്യോ മാറി വരുന്ന കാലഘട്ടം, ഭരണം, നിയമം, ഇത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റത്തില്ല. ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദി ചർച്ച്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. ഇതാണ് സഭാപിതാവായ തെർത്തുല്യം പറഞ്ഞത്. ഇന്ന് നമ്മൾ വലിയ വിശാലത കണ്ടിട്ടാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും കൺവെൻഷൻ പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ പറയും, വാ വിടുതലുണ്ട്, വാ യേശുവിങ്കൽ വാ വിടുതലുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ പ്രസംഗിക്കുന്നത്. പക്ഷേ അന്ന് അവർ വിശ്വാസത്തിലേക്ക് വന്നത് കാർ കണ്ടിട്ടല്ല, വീട് കണ്ടിട്ടല്ല, വീസ കണ്ടിട്ടല്ല, നല്ല കല്യാണം കണ്ടിട്ടല്ല, അങ്ങനെ ഏതോ മഞ്ഞു പെയ്യുന്നവർ വിദേശ രാജ്യം കണ്ടിട്ടല്ല, രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടി അവർ വന്നത്. അതുകൊണ്ട് ഇതൊന്നും ജീസസ് ഉയരം 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 നമ്മളെ അകറ്റത്തില്ല. ഉയരം കാരണം ജ്യോതിഷം, നക്ഷത്രം, രാഹു, കേതു ഇതൊന്നും നമ്മളെ തൊടത്തില്ലെന്ന് വെളിപ്പാടുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാണ്. ചൊവ്വ ദോഷവും ആയില്യവും നമ്മളെ ബാധിക്കത്തില്ല. കാരണം അതിനെ ജയിച്ച ഒരുവൻ. ഏറ്റവും ഒടുവിൽ പറയുന്ന മറ്റ് യാതൊരു സൃഷ്ടിയെന്ന്. ഈ മറ്റ് യാതൊന്നും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിനകത്ത് ഉൾപ്പെടാത്തത് ഒന്നും. 22 കൂട്ടം കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. 22 കൂട്ടം കാര്യങ്ങൾ പ്രസംഗിക്കാൻ നേരെയില്ലാത്തതുകൊണ്ട് വായിച്ചുകൂടാ. സമ്മർദ്ദം, വൈഷമ്യം, ദുരിതം, ഉത്കട, വ്യഥ, തീവ്ര ദുഃഖം, വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാൻ പറ്റാത്ത അവസ്ഥ, വഴി അടഞ്ഞുവെന്നൊരു തോന്നൽ, വിടുതൽ കാണുന്നില്ല എന്ന ചിന്ത, ബലഹീനത, ആശയക്കുഴപ്പം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത സാഹചര്യം, സ്വയം ഒന്ന് ശാന്തമാകാൻ കഴിയാത്ത അവസ്ഥ, കടലിലെ തിരമാലകൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയപ്പെടുന്നത് പോലെ, അപകീർത്തി, കുറ്റപ്പെടുത്തൽ, അപവാദം, വഞ്ചന, ചതി, ജയിൽവാസം, നാടുകടത്തൽ, ഇതൊന്നും ഇതൊന്നും ഇന്ന് രാത്രി ദൈവം എനിക്ക് തരുന്ന നിയോഗത്തിൽ നിന്ന് ഞാൻ പറയാം, നിനക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനകത്ത് കരഞ്ഞ് നിലവിളിച്ച് അതിനകത്ത് കണ്ണുനീര് മുങ്ങിയാണ് ഇന്ന് രാത്രി ഇരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് ഒരു പുതിയ അഭിഷേകത്തോടു കൂടി ആയിരിക്കണം, ഒരു പുതിയ അധികാരത്തോടു കൂടി ആയിരിക്കണം, ഒരു പുതിയ നിറവോടും ശുശ്രൂഷയുടെ ഒരു പുതിയ നിറവോടുകൂടെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ദൈവദാസന്മാരെ നോക്കി ആത്മാവിൽ പറയാം, നമുക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും, നമുക്ക് വരുന്ന ഓരോ സങ്കടങ്ങളും, നമ്മൾ അനുഭവിക്കുന്ന ഓരോ വെല്ലുവിളികളും കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഇതുവരെ കാണാത്ത ഒരു പുതിയ ഭാവത്തിലായിരിക്കും. ജീസസ് പത്രോസിനെ യോഹന്നാനെയും മറ്റും പിടിച്ച് തടവിലിട്ട് അവരെ അടിച്ചു വിട്ടി, ഈ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. അവരത് കേട്ടിട്ട് അപ്പുറത്തോട്ട് മാറിയിരുന്നു പ്രാർത്ഥിച്ചു. ബൈബിൾ എഴുതിയിരിക്കുന്നത് അവർ ഇരുന്ന സ്ഥലം കുലുങ്ങിയെന്ന. എടാ, ഭീഷണിപ്പെടുത്തിയാൽ തീരുന്ന പരിപാടിയല്ല ഇത്. ഇരിക്കുന്ന സ്ഥലം, അതാ ഞാൻ പറഞ്ഞ, ഇതുവരെ സംഭവിക്കാത്ത ഒന്ന് ഇന്ന് രാത്രി ഈ വിധത്തിൽ അതിനെ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ രാത്രി ചിലരുടെ ലൈഫിനെ ദൈവത്തിന്റെ ആത്മാവ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ചിലരുടെ സാഹചര്യങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ചേഞ്ച് ചെയ്യും.
ആ രോഗം, ആ അപവാദം, ആ ഒറ്റപ്പെടുത്തൽ, ആ കുറ്റപ്പെടുത്തൽ, ആ പരിഹാസം, ആ നിന്ന, ആ ചതി, ആ വഞ്ചന, ആ നാടുകടത്തൽ, ആ അപകീർത്തി, അത് കഴിഞ്ഞ് നീ പുറത്തു വരുന്നത് പല്ലേറിയതും മൂർച്ചയുള്ളതുമായ ഒരായുധം പോലെ. എന്ന് രാത്രി പറ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ തൊടാൻ പറ്റത്തില്ല. ഓ നമ്മൾ ആ വിഷയത്തിൽ കോൺഫിഡന്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ആ വിഷയത്തിൽ കോൺഫിഡന്റ് ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ ആ വിഷയത്തിൽ കോൺഫിഡന്റ് ആണ്. എന്താ കാരണമെന്നറിയാമോ? ജയാളിയായ ഒരുവൻ നമുക്ക് മുന്നിൽ നിൽക്കുക. ജയാളിയായ ഒരുവൻ നമുക്ക് മുന്നിൽ നിൽക്കുക. ഞാൻ നിങ്ങളോട് പറയാം, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മാത്രം ജയാളിയായവനല്ല, നമ്മുടെ കർത്താവ് ജയാളിയാണ്. സ്തോത്രം. പഴയ നിയമ ചരിത്രത്തിൽ അവിടുന്ന് ജയാളിയാണ്. അങ്ങനല്ലേ പറയും, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, അങ്ങനെയല്ല പറയുന്നത്. ഇന്നലെ, ഇന്ന്, നാളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടുന്ന് എന്നും ജയാളിയാണ്. അവിടുന്ന് പിടികിട്ടുന്നുണ്ടെങ്കിലോ രാമൻ പറ, നമ്മുടെ കർത്താവ് എന്നും ജയാളിയാ. എന്റെ പ്രിയരെ, അവിടുന്ന് ശിശു ആയിരുന്നപ്പോൾ പോലും ജയാളിയായിരുന്നു. അവിടുന്ന് ശിശു ആയിരുന്നപ്പോൾ പോലും ജയാളിയാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തില് ഈ വിദ്വാൻമാർ പോയ ശേഷം ഹെരോദാവിന് ഒരു ആലോചന, ഈ ശിശുവിനെ കൊല്ലണം. ഹെരോദാവ് പ്ലാൻ എടുക്കുക, കൊല്ലണം. സ്തോത്രം. കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയക്കപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു മരിക്കണമെങ്കിൽ ഹെരോദാവേ, അത് നിന്റെ ഉദ്ദേശത്തിലല്ല, അത് ദൈവത്തിന്റെ മുൻനിർണയത്തിലാണ്. സ്തോത്രം, സ്തോത്രം. അടുത്ത ചില വർഷങ്ങൾക്കുള്ളിൽ കൊല്ലണമെന്ന് പറഞ്ഞ ഹെരോദാവ് ചത്തതല്ലാതെ കർത്താവിനൊന്നും സംഭവിച്ചില്ല. ഞാൻ മത്തായി 2:13-14 ആമേൻ അതായി പറയുന്ന 15 ഈ 3 വാക്യങ്ങളായി പറയുന്നത്. ഹെരോദാവ് ചത്തു, അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. ഹെരോദാവിന്റെ മരണത്തോളം കൊല്ലണമെന്ന് പറഞ്ഞ ഹെരോദാവ് മരിക്കുകയല്ലാതെ യേശുവിനെ തൊടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടുന്ന് ജയാളിയാണ്. ആമേൻ. ഉപവാസം കഴിഞ്ഞ് കർത്താവ് പള്ളിയിൽ വന്ന് പുസ്തകം മേടിച്ചു. അതങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയപ്പോ ആ പള്ളിയിലുള്ള എല്ലാവരും കോപം കൊണ്ട് നിറഞ്ഞു. അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി തലകീഴായി തള്ളിയിടാൻ അവർ ഉഗ്രമായി കോപിച്ചുകൊണ്ട് ഭാവിച്ച് യേശുവിനെ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. അടുത്ത വാക്ക്, അവൻ അവരുടെ ഇടയിൽ കൂടി പോയി. സ്തോത്രം. ഞാൻ അതുകൊണ്ട് പറഞ്ഞ ജയാളിയാ. ഇവൻ കല്ലെടുത്തോണ്ട് നിൽക്കുക, ഇപ്പൊ എറിയണം. ഇപ്പൊ ഞാൻ ആത്മാവിൽ പറയാം, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മേൽ കർത്താവിന്റെ ഒരു നിയോഗം ഉണ്ടെങ്കിൽ ആരൊക്കെ കല്ലെടുത്തുകൊണ്ട് നിന്നാലും അവരുടെ മുൻപിലൂടെ നീ അങ്ങ് പോകും. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചോ. ഏത് വലിയ പുള്ളി, ഏത് കൊടിയ മന്ത്രവാദി, ഏത് ദേശാധിപതി ശക്തി നിന്നെ എറിയാൻ കല്ലെടുത്താലും ദൈവീക സമയമായില്ലെങ്കിൽ തൊടാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പരിസരം മറന്ന കരമടിച്ച് ഈ രാത്രി കർത്താവിനെ ആരാധിച്ചോ. ഞാൻ ദൈവത്തിന്റെ പദ്ധതിയിൽ നിൽക്കുന്നിടത്തോളം കല്ലെടുക്കുകയല്ലാതെ തൊടാൻ പറ്റത്തില്ല. ഈ രാത്രി വിശേഷിച്ച അഭിഷക്തന്മാർ ഈ വചനത്തിന്റെ മുന്നിൽ ആത്മാവിൽ ഇന്ന് രാത്രി ജ്വലിക്കണം കേട്ടോ. ജ്വലിക്കണം, ജ്വലിക്കണം. നീ നിയോഗത്തിന്റെ പാതയിൽ നിൽക്കുന്നിടത്തോളം പലർക്കും പ്ലാൻ കാണും, പക്ഷെ തൊടാൻ പറ്റത്തില്ല. എന്നോടൊപ്പമുള്ള സഹ ശുശ്രൂഷകന്മാർ ഈ രാത്രി ഇത് കേൾക്കുന്നുണ്ടോ? ആമേൻ. എന്നോടൊപ്പമുള്ള ദൈവദാസന്മാർ ഇന്ന് രാത്രി ഇത് കേൾക്കുന്നുണ്ടോ? നിയോഗത്തിന്റെ വഴിയിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നിടത്തോളം നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കാറ്റ് കടല് അവർക്ക് പ്രതികൂലമായി കേട്ടോ. കാറ്റ് കടല് അവർക്ക് പ്രതികൂലമായി. അവര് പറഞ്ഞു, ശിഷ്യന്മാര് പറഞ്ഞു, ഇപ്പം മരിക്കും. യേശു എഴുന്നേറ്റ് നിന്ന് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, അവിടുന്ന് വിജയിച്ചവൻ തന്നെയാണ്, അവിടുന്ന് വിജയിച്ചവൻ തന്നെയാണ്, ഒരിക്കൽ പോലും പരാജിതനല്ല. ഇനി കാൽവറിയിലെ വിജയത്തിലേക്ക് വരിക, കാൽവറിയിലെ വിജയത്തിലേക്ക് വരിക. എന്റെ പ്രിയപ്പെട്ടവരെ, ഭൂലോകത്തിലും പാതാള ലോകത്തിലുമുള്ള മുഴുവൻ സ്വാധീന ശക്തികളെയും തകർത്ത ജയമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ജയം. ഈ രാത്രി ചേർന്നങ്ങോട്ട് നിന്നോ കേട്ടോ, ചേർന്നങ്ങോട്ട് നിന്നോ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ചേർന്നങ്ങോട്ട് നിന്നോ, ചേർന്നങ്ങോട്ട് നിന്നോ. ഈ രാത്രി ജയിക്കുന്നവന്റെ കരുത്ത്, ഞാൻ വീണ്ടും പറയാം, ജയിക്കുന്നവന്റെ കരുത്ത് ഈ രാത്രി ഇറങ്ങി വ്യാപരിക്കും. ഈ കർത്താവ് കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ മൈൻഡ് പോലും ഈ ജയത്തിന്റെ മൈൻഡായിരുന്നു.
ഹെരോദാവ് യേശുവിനോട് പറഞ്ഞു, യോഗം നിർത്തി പൊക്കോളം പറഞ്ഞു. കർത്താവ് പറയാ, ആ കുറുക്കനോട് നിങ്ങൾ ചെന്ന് പറ, ഇന്നും നാളെയും ഞാൻ രോഗികളെ സൗഖ്യമാക്കാം. കുറുക്കൻ എന്ന വാക്ക് ഞാൻ ഇങ്ങനെ പഠിച്ചപ്പോൾ കണ്ണിങ് പേഴ്സൺ. കർത്താവ് കുറുക്കൻ എന്ന് വിളിക്കുമ്പോൾ ആ കുറുക്കൻ എന്ന വാക്കിന്റെ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം ഞാൻ നോക്കിയപ്പോൾ കണ്ണിങ് പേഴ്സൺ. കർത്താവ് പറയാം, അവനോട് ചെന്ന് പറ, ഇന്നും നാളെ ഞാൻ രോഗികളെ സൗഖ്യമാക്കും, മറ്റന്നാൾ ഇത് സമാപിക്കും. ഓ രാമൻ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ജയിച്ച കർത്താവ്, അവിടുന്ന് കാൽവറിയിൽ ജയിച്ചവൻ. അതാ കൊലോസ്യർ 2:15 പറയുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വപ്പിച്ചു. വാഴ്ച സാത്താന്യ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശക്തിയാണ് വാഴ്ച. ആർക്കോസ്, ചീഫ് റൂളർ കമാൻഡർ, അതാണ് അതിന്റെ അർത്ഥം. ചീഫ് റൂളർ കമാൻഡർ, അതാണ് വാഴ്ച. അധികാരങ്ങൾ, എക്സൂസിയാസ്, ഈ ഉയർന്ന ശക്തിയിൽ നിന്ന് പവറിനെ റിസീവ് ചെയ്യുന്ന 2ാം ലെവൽ സ്വാധീനമുണ്ടല്ലോ, ആയുധവർഗം വെപ്പിച്ചു. ഓ, അവിടുന്ന് ജയാളിയാണ് പ്രിയരെ, അവിടുന്ന് ജയാളിയാണ്. രാധാമ ശകൽ കനാദല. വെളിപ്പാട് പുസ്തകം 5ന്റെ 1-ാം വാക്യം തൊട്ട് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ, യഹൂദ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേരുമായവൻ, പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായി ജയം. ഉച്ചത്തിൽ പറ ജയം. ഒന്നുകൂടെ പറ, ഉച്ചത്തിൽ പറ ജയം. ഓ, നമ്മൾ ജയത്തിൽ എങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് വേണ്ടിയുള്ള കർത്താവ് ജയം പ്രാപിച്ചു. അതുകൊണ്ട് ഒന്നുകൂടി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം. നമ്മുടെ ജ്ഞാനം കൊണ്ടല്ല നമ്മൾ ജയിക്കാൻ പോകുന്നത്, നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ ജയിക്കാൻ പോകുന്നത്, നമ്മുടെ നയപാഠങ്ങൾ കൊണ്ടല്ല നമ്മൾ ജയിക്കാൻ പോകുന്നത്, നമ്മുടെ ഭാഷാ ശൈലി കൊണ്ടല്ല നമ്മൾ ജയിക്കാൻ പോകുന്നത്, നമ്മുടെ വൈഭവം കൊണ്ടല്ല നമ്മൾ ജയിക്കാൻ പോകുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ നോക്കി ഞാൻ പറയുകയാണ്, ഈ ജയത്തിൽ നമുക്ക് പങ്കാളിത്തമുണ്ട്. ഈ ജയം കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോ. ഈ ജയത്തിൽ നമുക്ക് പങ്കാളിത്തമുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ജയത്തിൽ നമുക്ക് പങ്കാളിത്തമുണ്ട്. അതാണ് 2 Corinthians 2 പറയുന്നത്, ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുകയും നടത്തുക. ഒന്നുകൂടെ ഞാൻ പറയാം, നടക്കുകയല്ല, നടത്തുക, ജയോത്സവമായി നടത്തുന്നു. ഇന്ന് രാത്രി പരാജയപ്പെട്ട് തലകുനിച്ചു വന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവ് നടത്താൻ പോകുക. ഒന്നുകൂടെ ഞാൻ പറയാം, നടത്താൻ പോകുക. ഹല്ലേലൂയ. ഈ സ്റ്റേജിന്റെ ഒരു എത്തിക്സ് എനിക്കറിയാം. ഹല്ലേലൂയ. അതിലെ എത്തിക്സ്, 2ാമതൊരു പ്രഭാഷകൻ ഉണ്ടെങ്കിൽ, ഒരു വാൾട്ടർ കോളോ അങ്ങനെ ഒരു കാര്യമോ ചെയ്യാൻ പാടില്ല. അത് പറഞ്ഞിട്ടൊന്നുമല്ല, അത് സ്റ്റേജിന്റെ ഒരു എത്തിക്സാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്കൊന്നും പോകുന്നില്ല. എന്നോട് പറഞ്ഞ സമയത്തിന് ഇനി ഒരു 3 മിനിറ്റ് കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ജീസസ്, ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കാം? കർത്താവേ, ദീർഘകാലങ്ങൾ ഞാനൊരു പരാജയമായിരുന്നു, ഞാനൊരു പരാജയമായിരുന്നു. എനിക്ക് ജയിക്കണം. എനിക്ക് ജയിക്കണം. ഇന്ന് രാത്രി വിഷൻ ഉണ്ടെങ്കിൽ പ്രൊവിഷൻ ദൈവത്തിന്റെ. 9 പ്രാവശ്യം മലേറിയ വന്നവൻ പച്ചയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് വിഷൻ ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ദൈവം തരും. അതൊരു വെളിപ്പാടാ. ജയിക്കാൻ കൊതിയുണ്ടെങ്കിൽ ജയിപ്പിക്കും. ഒരു ചെറിയ ജയമല്ല, പൂർണ്ണ ജയം. വീണ്ടും ഞാൻ പറയാം, പൂർണ്ണ ജയം. ഒന്നുകൂടെ ഞാൻ പറയാം, പൂർണ്ണ ജയം. ആ കണ്ണെല്ലാം ഒന്ന് അടച്ചേ. അതരങ്ങളെല്ലാം ഒന്ന് തുറന്നേ. രാധാമ സെക്രട്ടറി എ മേജർ ആ കണ്ണുകളെല്ലാം ഒന്ന് അടച്ച്, അതരങ്ങളെല്ലാം ഒന്ന് തുറന്നേ. എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ച് തുടങ്ങിയാട്ടെ. അന്ന് പറഞ്ഞേ, കർത്താവ് എന്നെ ജയിപ്പിച്ചേ പറ്റൂ. കരം ഉയർത്തിപ്പിടിച്ചേ പറ. ഒന്ന് തുറന്നു പറഞ്ഞേ, ഞാനൊരു പരാജയമാ, എന്നെ ജയിപ്പിച്ചേ പറ്റൂ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. ഒരുമിച്ചെല്ലാവരും കൂടെ ചേർന്ന് പാടിക്കേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ
അങ്ങെത്രയോ മഹോന്നതൻ. ഓ ഹല്ലേലൂയ ഹോസന. ഹല്ലേലൂയ ഹോസന. ഒരുമിച്ച് പാടിയേ. ഹല്ലേലൂയ ഹോസന. ഹല്ലേലൂയ ഹോസന. ഒരുമിച്ച് പാടിയേ. ഓ ഹല്ലേലൂയ. പാടിയേ. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹോസന. ഹല്ലേലൂയ ഹോസന. അത്യുച്ചത്തിൽ പാടുന്ന കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടുന്ന കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. ജയാളിയെ, ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിൽ അങ്ങ് പിടിക്കണമേ. നീണ്ട പതിറ്റാണ്ടുകൾ പരാജയപ്പെട്ടു പോയവർ, ഉയരാൻ കഴിയാത്തവർ, എന്താണെന്നറിയാൻ മേലാതെ സ്റ്റക്കായി പോയവർ, ഇന്ന് രാത്രി ഒരു വലിയ മാറ്റത്തിന്റെ കാറ്റ്, പൂർണ്ണ ജയത്തിന്റെ ഒരു പകർച്ച ഈ ജനത്തിന്റെ മേലെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ. നിറഞ്ഞ മനസ്സോടെ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അത്ഭുതമാകും യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി അത്യുച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാണ്. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ എല്ലാവരും കൂടെ ചേർന്ന് ദാസനോട് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കട്ടെ. തൃശ്ശൂർ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ റെജി ജോർജ് മുന്നോട്ട് വന്ന് പ്രാർത്ഥന.